ദിവസം അവള് വീട്ടിൽ വന്നപ്പോ എടുത്തോണ്ട് വന്നേ. അന്ന് ഞാൻ ഇത്രയുള്ള ഒരു ചെറിയ എടുത്തോണ്ട് വന്നതല്ല, ഞാൻ 110 രൂപയ്ക്ക് മേടിച്ചത് എന്റെ കയ്യിൽ നിന്ന്. അവൾ എന്റെ കയ്യിൽ നിന്ന് 110 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട് വന്നതായി കുരുമുളകിന്റെ. ഈ ഗ്രോ ബാഗിനകത്താക്കി ഞാനന്ന് കൊടുത്തതേ. അപ്പൊ ഞാൻ കുഞ്ഞൊരു തണ്ടായിരുന്നു. ഇപ്പൊ ഞാനിത് ഇവിടെ വന്ന് കണ്ടപ്പോഴേ എനിക്ക് അതിശയമായിപ്പോയി. ഇതാ നോക്കിയേ, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആണോ? ഞാൻ ഇടയ്ക്ക് ഇതിനകത്ത് ഇപ്പൊ തന്നെ ഒരു 250 ഗ്രാം കുരുമുളക് കാണും ഇല്ലേ? മീൻ ഒക്കെ എടുക്കുമായിരുന്നു. ഇതിന്റെ തണ്ടെടുത്ത് നടാൻ പറ്റുമോ? ആ, ഇതിന്റെ തണ്ടെടുത്ത് നടാം. ഇതേപോലെ തണലത്ത് വെക്കണം. തണലത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോഴേ എന്തുവാ നീ ഇതിനാ ചെയ്യുന്ന വളം? എങ്ങനെയാണ് ഇത് വളർത്തിയെടുക്കുന്നത്? നോക്കി ഒന്ന് കൊണ്ട് വളമൊക്കെ ഇട്ട് വെച്ച് അത് കഴിഞ്ഞ് ചാണകം പുളിപ്പിച്ചൊഴിച്ച് എല്ലുപൊടി ഇടും. തൊണ്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. തൊണ്ട് വെച്ച്. ഇവിടെ വെയിലുണ്ടോ? തൊണ്ട് ഞാൻ വെച്ചതല്ല, വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോ കൊണ്ടുവച്ചതാ. തൊണ്ട് നനവ് കിട്ടാനാന്നും പറഞ്ഞു. ഇതേപോലെ ഒരു 10 കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിലോ കുരുമുളക് കിട്ടില്ലയോ? പിന്നെ എനിക്ക് ഒത്തിരി 2-3 മൂടുണ്ടായിരുന്നു, അത് പോയിരുന്നു. പിന്നെ ഇത് മാത്രമേ കിട്ടിയുള്ളൂ. ഇത് നന്നായിട്ടുണ്ട്. നിറയെ കുരുമുളകൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞൊന്ന് കാണിച്ചിരിക്കുന്നു. കുഞ്ഞു ഗ്രോ ബാഗ് കേട്ടോ, നമ്മുടെ സാധാ ഗ്രോ ബാഗ് അല്ല, ഇത് കുഞ്ഞു ഗ്രോ ബാഗാ. ഈ കുഞ്ഞു ഗ്രോ ബാഗിനകത്താ ഈ കുരുമുളക് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. ലിഫ്റ്റ് കിട്ടില്ല.